ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ, റാഹത്തല്ലേ? ഞാനും മക്കളും സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾ ഈ പൂക്കളെ ഫോട്ടോ ഒക്കെ കണ്ടോ? ഈ ഫോണിൽ ഞാൻ ആദ്യം എടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഏത് പൂവിൻ്റെ ഫോട്ടോ ഇഷ്ടമായി? ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പൂക്കൾ എടുത്തതാട്ടോ. അപ്പം എങ്ങനെയുണ്ട് ഞാൻ എടുത്ത ഫോട്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ ഐഷുട്ടി എന്താ പറയുന്നത് ഒന്ന് കേട്ട് നോക്കല്ലേ. തല പറഞ്ഞിക്ക് എന്നിട്ട് ഭക്ഷണം കഴിച്ചോ? എവിടുന്ന്? ഉള്ളോടത്ത് നിസ്കരിച്ചാള്. അപ്പം ഇതാണ് ഐഷുവിൻ്റെ സങ്കടം കേട്ടോ. നോമ്പ് മുറിക്കേണ്ടി വന്ന് തല കറക്കണ്ടായിട്ട് ഓക്കും എനിക്കൊക്കെ വേഗം BP ലോ ആവാണ്. ഇപ്പോൾ കുറേ ആയിട്ട് ഓക്ക് നോർമലേനി, വയ്യാണ്ടായിൻ്റെ കുറച്ച് ദിവസമായിട്ട് നോമ്പ് വലിക്കണല്ലേ. അതാണ് പിന്നെ അടുപ്പിച്ച് നോമ്പ് ഓളെ കൊണ്ട് നോൽപ്പിക്കാത്ത. 5 ദിവസം നോമ്പ് പോയിട്ട് ഓളതാ വന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ഫയൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാനൊരു കടലാസ് തരുന്നത് നമ്മളെ പെർമിറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, മറ്റേ ഇവർക്ക് നമ്മളെ എൻജിനീയർക്ക് കൊടുക്കണം, പെർമിറ്റിൻ്റെ രേഖകളൊക്കെ കൊടുക്കണം. എന്നിട്ട് ഒരു പെർമിറ്റ് ശരിയാക്കി നമ്മൾ പഞ്ചായത്ത് കൊണ്ട് കൊടുക്കണം. ഈ സെൻസേഡിൻ്റെ ടൈം ആകുമ്പോഴത്തേനും ചെയ്യണമല്ലേ അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ആങ്ങളെ വന്നപ്പോഴാണ് പറഞ്ഞത്, എനിക്കറിയില്ലായിരുന്നു. ഞാനിന്ന് പത്തിരി ഉണ്ടാക്കണേ. പത്തിരിക്ക് എന്താ കറി എന്നുള്ളതിൽ ഒരു ആശങ്ക ഉണ്ടേനി. തക്കാളി ഉണ്ടെങ്കിൽ തക്കാളി കറി ഉണ്ടാക്കാം, തക്കാളി തേങ്ങ അരച്ച് ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ തക്കാളി വാങ്ങാൻ ഐഷുവിന് പറഞ്ഞേക്കാനും നല്ല മടിയേനി. വേറെ ചില്ലറകളൊന്നുമില്ല. 500 രൂപ നോട്ട് കൊടുത്ത ഓള് അത് മര്യാദയ്ക്ക് തിരിച്ചു കൊണ്ടുവരുമോ എന്നുള്ളത് അറിയില്ല. അല്ല അവിടെ ഇവിടെ കാണാതാക്കിയാലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ല. എനിക്കാണെങ്കിൽ അങ്ങോട്ട് കടയ്ക്ക് പോകാനായിട്ട് ആവണമില്ല. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ച് വിട്ടിട്ടുള്ള എൻ്റെ വീഡിയോ ഒക്കെ കാണുന്ന ഒരു താത്ത വന്നത് കേട്ടോ. താത്തയും ഒരു ഭർത്താവും. അപ്പോൾ ഞാനിങ്ങനെ പീടിയേക്ക് പറഞ്ഞേക്കണോ വേണ്ടെന്നുള്ള ആശയത്തിൽ. അപ്പോൾ താത്ത ചെന്താ കറി വെക്കണേന്ന്. അപ്പോൾ ഞാനിങ്ങനെ തക്കാളി വാങ്ങാൻ അവളെ പറഞ്ഞേക്കാം, ഞങ്ങളെ കൂടെ പറഞ്ഞേച്ച ആൾ കാരണം. അപ്പോൾ താത്ത ഞങ്ങൾക്ക് പൊടിയും കുറച്ച് സാധനമൊക്കെ വന്നതായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ കൂടെ പറഞ്ഞേച്ചിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങി കൊടുത്ത്, നമ്മൾ പറഞ്ഞ സാധനമൊക്കെ വാങ്ങിക്കൊടുത്ത്. അങ്ങനെ ഉരുളക്കിഴങ്ങ് വാങ്ങി. അൽഹംദുലില്ലാ പഠിച്ചോൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടായൊക്കെ തീർത്ത് കൊടുക്കട്ടെ. നമ്മൾ പൈസ കൊടുത്തേച്ചിട്ടുണ്ടായിരുന്നു സാധനം വാങ്ങാൻ, അവർ സമ്മതിച്ചില്ല. അവർ തന്നെ വാങ്ങിക്കൊടുത്ത്. പഠിച്ചോൻ ഓരോ ജീവിതത്തിൽ ഹൈറും ബർക്കത്തൊക്കെ കൊടുക്കട്ടെ. അവരെന്താണോ ആഗ്രഹിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടാണോ പഠിച്ചോൻ മാറ്റി കൊടുക്കട്ടെ. ഇതെല്ലാം എനിക്ക് പറ്റുള്ളൂ, എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നിങ്ങളൊക്കെ ദുആ ചെയ്യേണ്ടി. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഓരോ വരവ്. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാനുള്ള ഓരോ ഇതിലേന്. അപ്പോൾ ഐഷു നിസ്കരിച്ചില്ല. അതിൻ്റെ ഇടയിലൊക്കെ പോയപ്പോൾ ഐഷു നിസ്കരിക്ക്, ഇങ്ങനെ സമയം പോക്കല്ലേ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ നിസ്കരിക്കും മോളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേഗം പോയി നിസ്കരിച്ച്. അങ്ങനെ ഞാൻ പത്തിരി കല്ല് ചൂടായില്ല എന്ന് തോന്നുന്നു. പത്തിരി അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കി. അപ്പോൾ ഉരുളക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വാങ്ങിയതിൽ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ബാജി കറി, ഞാൻ കോഴിമുട്ട വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട കറി ഉണ്ടാക്കാച്ച് കോഴിമുട്ട കുക്കറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു 4 എണ്ണം. അപ്പോഴാണ് എൻ്റെ അജു പറയുന്നത്, ഓക്കല്ലേ നോമ്പുള്ളത്. അപ്പോൾ ഓള് എന്നോട് പറഞ്ഞു, ഉമ്മച്ചി ഞങ്ങൾ ബാജിക്കറി ഉണ്ടാക്കി നല്ല രസമാണ്. അങ്ങനെ ഞാൻ ബാജിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഐഷുവിനോട് പറഞ്ഞു, മോളെന്നാ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടോ പറഞ്ഞു. അപ്പോൾ ഓളിതാ ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ച് റെഡിയാക്കി തരികയാണ് ബാജിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അജുവിന് പിന്നെ ഒരു വത്തക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വത്തക്കൊക്കെ മുറിച്ച് വെച്ച്. പഠിച്ചവനവർക്ക് എല്ലാ ഹയറും കൊടുക്കട്ടെ. നമുക്ക് വേണ്ടി സഹായിക്കുന്ന എല്ലാവർക്കും പഠിച്ചവൻ ഓരെന്താണോ ആഗ്രഹിക്കുന്നത് വെച്ചാൽ ഹലാലായ മാർഗത്തിലുള്ള എന്തും പഠിച്ചവൻ സാധിച്ചു കൊടുക്കട്ടെ. അത്രയും ഓരോരുത്തർ എനിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇന്നലെ എൻ്റെ വീഡിയോയിൽ കണ്ടല്ലോ എത്ര പൈസയാണ്. ഇപ്പോൾ എത്ര കിട്ടിയെന്നറിയോ? 66,600 സംതിങ് കിട്ടിയിട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ടില്ല എൻ്റെ അയൽവാസിൻ്റെ അടുത്തേക്ക്. ഞാനിനി പോകുമ്പോൾ ഞാൻ വീഡിയോ സ്ക്രീൻ റെക്കോർഡർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള അപ്ഡേറ്റ് കാണിച്ചാൽ മതിയല്ലോ ഇതിൻ്റെ എത്ര പൈസ കിട്ടിയെന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ബാജിക്കറി ഉണ്ടാക്കി. അപ്പോൾ ആ കോഴിമുട്ട ഞാൻ എന്ത് ചെയ്തു, റോസ്റ്റ് ചെയ്തിട്ടോ. അപ്പോൾ ഇതിലേക്കൊരു ടേസ്റ്റ് ആണല്ലോ റോസ്റ്റ് ചെയ്ത കോഴിമുട്ട. പിന്നെ നമ്മൾ വേറെ ഒന്നിനും എടുക്കൂലല്ലോ. വെറുതെ കോഴിമുട്ട തിന്നുമ്പോൾ രസമല്ലേ. അപ്പോൾ റോസ്റ്റ് ചെയ്ത്. ഇന്നലെ ആരോ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഈ കോഴിമുട്ടൻ്റെ വെള്ള കഴിക്കണം കേട്ടോ, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം കേട്ടോ, പാല് കുടിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. പ്രോട്ടീൻ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത്. ഒക്കെ സത്യം. പക്ഷെ ഞാൻ അങ്ങനെ
നമ്മക്കയിന് വാങ്ങാനുള്ളൊരു അവസ്ഥ ഇപ്പല്ല. ഈ നമ്മള് സഹായിക്കുന്നൊക്കെ പൈസ എടുത്ത്ങ്ങാണ്ട് നമ്മളെ ഭക്ഷണം വാങ്ങാൻ നിന്നാലേ അയിനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇള്ളേലൊതുങ്ങി നമ്മള് ജീവിക്കാ. ഇതിപ്പോ പ്രതീക്ഷിക്കാതെയാണ് ട്ടോ ഈ ഒരു കാര്യങ്ങളൊക്കെ. പിന്നെ തേന് വിൽക്കണ പൈസ എടുത്തിട്ടാണ് ഞാൻ അധികം മീൻ വാങ്ങലും ഇറച്ചി വാങ്ങലൊക്കെ. ഇതെനിക്ക് ഭയങ്കര പേടിയാട്ടോ. ഞാന് പത്തിരി ഇങ്ങട്ട് എടുത്തേല് എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് ഇങ്ങോട്ട് പോന്നു. അപ്പൊ ഇതാണ് എൻ്റെ വീഡിയോയില് കാണുന്നത്. അപ്പൊ ഞാൻ ഭക്ഷണം ആരോ പറഞ്ഞ് ഈ കമന്റില് ചൂണ്ടുവിരല് ഒഴിക്കരുത് ഭക്ഷണം കഴിക്കുമ്പോ. ഞാന് ഒന്നായിട്ട് കൂട്ടിയിട്ട് വായിലേക്ക് ഇട്ടത്. പിന്നെയാണ് വായിക്കിട്ടതിന് ശേഷമാണ് ചൂണ്ടുവിരല് പുറത്തേക്ക് വന്നത്. അത് ശ്രദ്ധിച്ചാ മതി. അപ്പൊ ഓരോ ഓരോതുണ്ടാവൂലേ ചൂണ്ടുവിരല് പിന്നെ ചൂണ്ടിയിട്ട് തിന്നരുതെന്നൊക്കെ പറഞ്ഞേക്കാം. ചൂണ്ടുവിരല് ഒഴിവാക്കല്ലേന്ന്. അപ്പൊ ഈ വായയിലേക്ക് ഇടണ സമയത്ത് നമുക്ക് ആ വിരൽ എങ്ങനെയെങ്കിലും എങ്ങനെ ആയാലും ഒഴിവായി പോവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശീലമല്ലേ. ഇതൊക്കെ തെറ്റാണോ? ആരൊക്കെ പറഞ്ഞത് തെറ്റാണ് എന്ന്. അപ്പോൾ ക്ഷമിക്കുക കേട്ടോ. നമ്മൾ വായക്ക് ഇട്ടതിന് ശേഷം എങ്ങനെ ആയാലും ആ വിരലങ്ങോട്ട് വലിഞ്ഞു പോവും. എൻ്റെ ഉമ്മയൊക്കെ പഠിപ്പിച്ചു തന്നത് ചൂണ്ടുവിരൽ ചൂണ്ടിയിട്ട് ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് കയ്യിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടാണ്. ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാല്ലേ. വായക്കിട്ട് കഴിഞ്ഞാൽ ആ വിരലവിടെ വെക്കാൻ കഴിയില്ലല്ലോ. ചിന്തിച്ചാൽ മതി. പിന്നെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കാണും. നമ്മൾ ചെയ്യുന്ന സമയത്ത് ആർക്കും അത് ശ്രദ്ധിക്കില്ല. കഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കഴിച്ച് പോവുക. അപ്പോൾ ഇതാ ഐഷുക്കുട്ടി വീഡിയോയിൽ ഇല്ലേന്ന് വിചാരിക്കും. ഓള് അതിൻ്റെ ഇടയിൽ കൂടെ സൈഡിൽ കൂടെ ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തിന്ന്. പിന്നെ ഓള് നിസ്കരിക്കാൻ പോയി. ഞങ്ങളൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഓള് നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ തന്നെ. പിന്നെ നിങ്ങളത് കണ്ടോ? നമ്മളെ മുഖ്യമന്ത്രി ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം വീട് കൊടുത്തതിലെ പ്രധാനമന്ത്രി വന്ന് കുറേ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ കുഞ്ഞിക്കുട്ടിക്ക്. ഈ കുട്ടീനെ നിങ്ങൾക്ക് അറിയില്ലേ? പണ്ട് പ്രധാനമന്ത്രി വന്ന് മടിയിലൊക്കെ വെച്ച് ഹോസ്പിറ്റലിൽ വന്ന് നോക്കി കുട്ടിയത് നമ്മളെ വയനാട് ദുരന്തത്തിലുള്ള മോളാണ്. ആ മോളെ മടിയിൽ വെച്ച് നമ്മളെ മുഖ്യമന്ത്രി ഭരണത്തിൽ വന്നതിൻ്റെ ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഞാനൊരു ഇത് പറയല്ല കേട്ടോ. ഓരോരുത്തർ ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. മുഖ്യമന്ത്രി ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ. എൻ്റെ വല്യമ്മയും എൻ്റെ ഉമ്മയ്ക്കൊക്കെ പെൻഷൻ കിട്ടണമായിരുന്നു. ഒരുപാട് കാലം എൻ്റെ വല്യമ്മക്കും ഉമ്മക്കും പെൻഷൻ കിട്ടാതായി പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം തന്നെ കുറേ മാസങ്ങളോളം. എന്നിട്ട് ഇവർക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. ഗുളിക പോലും വാങ്ങാൻ കഴിയാതെ ഇവരാകെ ആശ്രയിക്കുന്നത് ഈ പൈസമ്മല. വിധവയാണ്. അതേപോലെ തന്നെ എൻ്റെ വല്യമ്മ പ്രായവും വിധവയൊക്കെ ആണ്. മക്കളൊക്കെ കൊടുത്താലും കഴിയൂല. എല്ലാവർക്കും എല്ലാവരായിട്ട് ജീവിതമുണ്ട്. അപ്പോൾ ഈ പെൻഷന്മാരാണ് ഇവർക്ക് ഏറ്റവും വലിയ ഇത് കിടക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ നമ്മളെ പിണറായി സർക്കാർ വരികയും കുടിശ്ശിക അടക്കം എല്ലാ പെൻഷൻ തുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ടേനി. അതേപോലെ ഇപ്പോൾ കണ്ടില്ലേ ദുരിതബാധിതർക്ക് ഒരുപാട് വീട്. നിങ്ങളിത് കണ്ടോ? ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ ഈ കുട്ടീൻ്റെ കാല് വെളിച്ചെണ്ണയിലിട്ട് മുക്കുന്നത് എത്ര അനീതിയാണല്ലേ, എത്ര ദ്രോഹമാണല്ലേ ഇത് ചെയ്യുന്നത്. മതം ഒക്കെ നല്ലതാണ്. പക്ഷേ മതത്തിൻ്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെ കുഞ്ഞു മക്കളെ ദ്രോഹിക്കരുത്. ആ കുട്ടിയൊക്കെ കൂളായിട്ട് നിന്നിട്ട് പെട്ടെന്ന് ഈ എണ്ണയിൽ മുക്കിയിട്ട് എടുക്കുക. നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്കാണ് ഈ എണ്ണയിലേക്കാണ് ഈ കുട്ടീൻ്റെ കാല് വെക്കുന്നത്. ഒരിക്കലും കുഞ്ഞു മക്കൾക്ക് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കട്ടെ. അതേപോലെ തന്നെ പ്രായമായ ആൾക്കാരെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാലൊക്കെ എന്താ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ അല്ലേ. ഞാനിത് ഇന്നലെ റീൽസ് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള സന്തോഷവും സങ്കടവുമായിട്ടുള്ള കാര്യങ്ങൾ. സന്തോഷം പിണറായി സർക്കാർ ആ വീട് കൊടുത്തതും പിണറായി സർക്കാരിനാലെ വേറെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സർക്കാർ വന്നതിനോട് പട്ടിണിയില്ലാതെ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഇത് നോക്കിയാൽ ഈ 2 വീഡിയോസും ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ള വീഡിയോസാണ്. ഒരു പ്രായമായ ഒരു രക്ഷിതാവിനെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കുക പറയുമ്പോൾ അത് എത്ര ഒരു സങ്കടകരമാണ് അല്ലേ. അപ്പോൾ ആരും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. സ്വന്തം അച്ഛനെയും അമ്മനെയും വാപ്പനെയും ഉമ്മനെയും ഒന്നും ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക, ദ്രോഹിക്കാതിരിക്കുക. എങ്ങനെ കഴിയല്ലേ നമ്മളെ പൊന്നു പോലെ ഇത്രയും പ്രായം വരെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ. അതേപോലെ മതത്തിൻ്റെ പേരിൽ മക്കളെ ഒന്നും ക്രൂരമായിട്ട് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ.